എപ്പിസോഡ് തുടക്കത്തിൽ തങ്ങളുടെ മുമ്പിലുള്ള എല്ലാ സോംബീസിനെ അറ്റാക്ക് ചെയ്യുവാണ് മാജിക് നൈറ്റ്സ്. എന്നാൽ അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലാവുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നവർ ഇവരല്ല, ഇവരെ കൺട്രോൾ ചെയ്യുന്ന ആരോ വേറെയും ഇവിടെയുണ്ട്. ഇതേ സമയമാണ് ആസ്തി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആൽഫ്രഡ് എന്ന ഒരു പുതിയ പെപ്പറ്റിനെ അവൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ആൽഫ്രഡ്, അവൻ നിനക്കുള്ളതാ, അവന്റെ ആ തലയങ്ങ് പിഴുതെടുത്തേക്ക് എന്ന് അവൻ ആൽഫ്രഡിനോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സിൽവർ ഈഗിൾസിന്റെ ക്യാപ്റ്റൻ നോസിലിനെയാണ്. ഇവരെ പോലെ എണ്ണാൻ പറ്റാത്ത ഒരുപാടെണ്ണം ഇവിടെയുണ്ട്. എന്ന് ഇവർക്കൊന്നും ഫൈറ്റ് ചെയ്യാൻ അറിയില്ല. ഇവരൊക്കെ ആരാ കമന്റ് ചെയ്യുന്നേ? എന്തിനാ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത്? ശരിക്കും ഇവരുടെ പ്ലാൻ എന്തായിരിക്കും എന്ന് പറഞ്ഞ് നോസിൽ കൊട്ടാരത്തിലോട്ട് നോക്കുന്നു. ഇതേ സമയമാണ് കൊട്ടാരത്തിലിരിക്കുന്ന രാജാവിനെ നമ്മൾ കാണുന്നത്. വിസാർഡ് കിങ് എവിടെ? റോയൽ ക്യാപിറ്റലിൽ ഇത്ര വലിയൊരു പ്രശ്നം നടക്കുമ്പോ വിസാർഡ് കിങ് ഇവിടെയല്ലേ ഉണ്ടാവേണ്ടത്? മാത്രമല്ല, ഈ കൊട്ടാരത്തിലിരിക്കുന്ന ഞാൻ എപ്പോഴും സേഫ് ആണോ എന്ന് നിങ്ങൾ അന്വേഷിക്കണ്ടേ? ഇവിടെ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതല്ലേ മറ്റുള്ളതിനേക്കാൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങളുടെ വിസാർഡ് കിങ് എവിടെ പോയി കിടക്കുക? അവര് തീർച്ചയായിട്ടും വരും സാർ. മാത്രമല്ല, ഞങ്ങളെല്ലാവരും വിസാർഡ് കിങ്ങിന്റെ ഗാർഡ്സ് ആണ്. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ എപ്പോഴും ഇവിടെ തന്നെ കാണും എന്ന് പറയുവാണ് മാർക്സ്. നീ എന്തേ പറയുന്ന ജൂലിയസ്? ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവനോട് നോക്കാൻ പറഞ്ഞതുകൊണ്ട് എല്ലാ തീരുമാനങ്ങളും അവൻ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ തുടങ്ങിയോ? എന്തൊക്കെ പറഞ്ഞാലും ഞാനാണ് ഇവിടുത്തെ രാജാവ്. എല്ലാ അവസാനത്തെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഞാനാണ് എന്ന് രാജാവ് അവരോട് പറയുന്നു. ഇതേ സമയമാണ് സർവീസ് സെറമണി നടന്ന ആ ബിൽഡിംഗിൽ എന്തോ വലിയൊരു സംഭവം നോക്കിക്കൊണ്ടിരിക്കുന്ന പാപ്പിൻസിനെ നമ്മൾ കാണുന്നത്. സോ പുറത്ത് ഇത്രയും വലിയ പ്രശ്നം നടക്കുമ്പോഴും അതൊന്നും അറിയാതെ അവിടെ ഉണ്ടായിരുന്ന ഷെഫ് എന്തൊക്കെയോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഹേയ് സാർ, നിങ്ങൾക്ക് ജോലിയോട് ഇത്രയധികം ആത്മാർത്ഥതയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇപ്പൊ സിറ്റുവേഷൻ ശരിയല്ല. ഓൾറെഡി സിറ്റിയിൽ ഒരുപാട് പേർ പെട്ട് കിടക്കുവാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് ആർക്കും കൊടുക്കാൻ പറ്റില്ല സാർ. ഹേയ്, ഇത്രയും കഷ്ടപ്പെട്ട ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് ആരും കഴിക്കാനില്ലെന്നോ? സാർ, ഇത് നാഷണൽ എമർജൻസിയാ. എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് പോയേ പറ്റുള്ളൂ എന്നവർ പറയുന്ന സമയത്താണ് പാപ്പിൻസിന് അങ്ങോട്ട് ഓടി ചെല്ലുന്നത്. അങ്ങോട്ട് ചെന്നവൾ താഴെ മുട്ടുകുത്തിയിരുന്ന് കഴിക്കാൻ എന്തെങ്കിലും തരാൻ വേണ്ടി പറയുന്നു. ഇതേ സമയമാണ് ഷെഫ് അവളുടെ റോബിലോട്ട് നോക്കുന്നത്. സോ അവളൊരു മാജിക് നൈറ്റ് ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. ഇവർ സർവീസ് സെറമണിയിൽ പങ്കെടുക്കാൻ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാജിക് നൈറ്റ് ആണെന്ന് തോന്നുന്നു. ഇവരുടെ ഈ കണ്ണും വായിൽ നിന്ന് വരുന്ന വെള്ളവും കണ്ടാലറിയാം എന്റെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാ അവരിങ്ങോട്ട് വന്നിരിക്കുന്നേ. ശരി, നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യും. ഞാൻ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡ് ഞാൻ ഉണ്ടാക്കി തരാം. ഹേയ് സാർ, അതിനുള്ള സമയം നമുക്കില്ല. നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ എന്ന് കൂടെയുള്ളവർ പറയുന്നുണ്ടെങ്കിലും എനിക്കിപ്പോ എന്റെ ജീവനെ പറ്റി ആലോചിച്ച് പേടി തോന്നുന്നില്ല. എനിക്ക് എന്റെ കുക്കിംഗ് ആണ് പ്രധാനം. പിന്നീട് നമ്മൾ കാണുന്നത് ആൽഫ്രഡിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ആസ്തേനെയാണ്. അവൻ അതിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് മുകളിലോട്ട് പോകുന്നു. മാത്രമല്ല, ലൈറ്റ്നിങ് ഉപയോഗിച്ച് ആസ്തയെ അറ്റാക്ക് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. നിന്നെ ആലോചിക്കുമ്പോ എനിക്ക് പാവം തോന്നുന്നു. നിന്റെ കയ്യിലിരിക്കുന്ന ആ ആന്റി മാജിക് സോഡ് ഉപയോഗിച്ച് അവനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ആസ്തയോട് അവൻ പറയുന്നു. ഇതേ സമയമാണ് അവിടെ ഉണ്ടായിരുന്ന കുട്ടിയോട് ഓടാൻ വേണ്ടി നോയൽ പറയുന്നത്. അവരെ എങ്ങനെയെങ്കിലും സഹായിക്കണം. അത് ഞാൻ നോക്കിക്കോളാം. അവനെ പോലെ ഒരു ഫ്രണ്ടിനെ ഞാൻ ഒരിക്കലും വിട്ടുകളയില്ല എന്ന് നോയൽ ആ കുട്ടിയോട് പറയുന്നു. വീണ്ടും നമ്മുടെ ആസ്തിയാണ് നമ്മൾ കാണുന്നത്. ഡേയ്, ധൈര്യം ഉണ്ടെങ്കിൽ താഴോട്ട് വാടാ. നീ പറഞ്ഞ അവൻ താഴോട്ട് വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ശരിക്കും ഒരു മണ്ടൻ തന്നെ. ഇതേ സമയമാണ് നോയൽ ആ ഡെഞ്ചലിൽ നടന്ന സംഭവം ആലോചിക്കുന്നത്. എന്റെ കയ്യിൽ മാജിക് പവർ ഇല്ലായിരിക്കാം, എന്നാൽ എന്റെ കൂടെ എന്റെ ഫ്രണ്ട്സ് ഉണ്ടടാ. അന്ന് അവിടെ നടന്ന ആ ഫൈറ്റിൽ എന്റെ മാജിക് ആസ്തയുടെ സോഡുമായിട്ട് മിക്സ് ആയി. അതുപോലെ ഇപ്പോഴും ഞാൻ എന്റെ മാജിക് അവന് കൊടുത്തു കഴിഞ്ഞാൽ മുകളിലിരിക്കുന്ന അതിനെ ഇല്ലാതാക്കാൻ അവനെ കൊണ്ട് സാധിക്കും. ഇതേ സമയമാണ് ലിയ അവളുടെ അടുത്തോട്ട് വരുന്നത്. ഇപ്പൊ നീ നിന്റെ ടീംമേറ്റിനെ രക്ഷിക്കാൻ ശ്രമിക്കുവാണെങ്കിൽ അതിന് ഞാനും നിന്നെ സഹായിക്കും. കാരണം എന്റെ റൈവലിനെ തോൽപ്പിക്കാൻ ഞാൻ അവനെ അനുവദിക്കില്ല. പെട്ടെന്നാണ് വാട്ടർ മാജിക് ഉപയോഗിക്കുന്ന ഒരു പപ്പറ്റ് അവരുടെ മുമ്പിലോട്ട് വരുന്നത്. ആർക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ അതിലെങ്ങനെ വിജയിക്കണമെന്ന് മനസ്സിലാകൂ. സോ പെട്ടെന്നാണ് അതിവരെ അറ്റാക്ക് ചെയ്യുന്നത്. എന്ന് ജസ്റ്റ് മിസ്സിന് അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഹേയ് ചെള്ളു ചക്ക, നേരത്തെ നീ എന്താ പറഞ്ഞതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? എന്നെ തോൽപ്പിക്കുമെന്ന്. എന്നാ ഇപ്പൊ വാടാ. നിന്നെ കൊണ്ട് എന്റെ രോമത്തിൽ പോലും തൊടാൻ സാധിക്കില്ല. ബിക്കോസ് എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ എന്റെ കയ്യിൽ ഒരുപാട് പേരുണ്ട്. എനിക്കിവിടെ വെറുതെ കൈ കെട്ടി നോക്കി നിന്നാ മാത്രം മതി. കുറെ മസിലുണ്ടായിട്ടൊന്നും വലിയ കാര്യമില്ല. തലയ്ക്കകത്തു എന്തെങ്കിലുമൊക്കെ വേണം. മനസ്സിലായോടാ എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ ഒരുപാട് ഓവറായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇവനൊരു മോൺസ്റ്ററും അല്ല, ഹ്യൂമൻ ബീനും അല്ല, അതിനേക്കാൾ മുകളിലാ. എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ പോലെ ഒരുത്തനെ ഞാൻ വിജയിക്കാൻ അനുവദിക്കില്ലടാ. നീ എന്ത് ആലോചിക്കുന്നേ? എന്നെ എങ്ങനെ ഇല്ലാതാക്കാന്നാണോ? അതിന് നിന്നെ കൊണ്ട് സാധിക്കില്ല. ആൽഫ്രഡ്, അവനെ അങ്ങ് കൊന്നേക്ക് എന്ന് വിളിച്ചു പറയുവാണ് ഇവൻ. സോ എന്തൊക്കെ പറഞ്ഞാലും ആസ്തയുടെ കയ്യിൽ മാജിക് പവർ ഇല്ല. ലൈറ്റ്നിങ് വെച്ച് അറ്റാക്ക് ചെയ്യുന്ന ആ പപ്പറ്റിനെ എങ്ങനെ ഇല്ലാതാക്കണമെന്നും ആസ്തയ്ക്ക് അറിയാൻ പാടില്ല. സോ അതിപ്പോ ആസ്തയെ അറ്റാക്ക് ചെയ്യടാന്ന് പറഞ്ഞു വരുന്ന സമയത്താണ് പെട്ടെന്ന് അതിന് തീ അങ്ങ് പിടിക്കുന്നത്. സോ അതിനെ അവിടെ ക്രിയേറ്റ് ചെയ്തവന്റെ മുമ്പിൽ കടന്നു തന്നെ കത്തിക്കരിഞ്ഞ് ഇല്ലാതാവുന്നു. ഇത് കണ്ട് അവന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എങ്ങനെ? അപ്പോഴാണ് ഫഗോലിയൻ മാസായിട്ട് അങ്ങോട്ട് നടന്നു വരുന്നത്.
ഇയാളെ കാണുമ്പോ എനിക്ക് റെങ്കോക്കാൻ ഓർമ്മ വരുന്നു. ഇത് കണ്ട ആസ്ത, എനിക്കിത് എന്ത് പറ്റി? എനിക്കെന്താ അവനെ തോൽപ്പിക്കാൻ പറ്റാഞ്ഞ്? ഇത് ഞാൻ തന്നെ ഇല്ലാതാക്കണമെന്നാ വിചാരിച്ച് എന്ന് ചിന്തിച്ച് അവിടെ നിൽക്കുന്നു. നിന്റെ ഫൈറ്റിൽ ഞാൻ തലയിട്ടു. ഇതെന്റെ തെറ്റാ, എന്നോട് ക്ഷമിക്കുക. കാരണം എന്റെ മുമ്പിൽ വെച്ച് ഒരു മാജിക് നൈറ്റ് ഇല്ലാതാവുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല. എന്നോട് ക്ഷമിക്കുക. ഇവിടെ നടന്നതെല്ലാം ഞാൻ കണ്ടു. ഒരു സാധാരണക്കാരൻ ഒരു മാജിക് പവറും ഇല്ലാതെ ഇത്രയും ദൂരം വന്നത് തന്നെ വലിയ കാര്യമാണ്. ഹേയ് ചെള്ളു ചക്ക, എനിക്ക് നിന്നെ ഒരുപാട് അങ്ങ് ഇഷ്ടമായി. നിനക്ക് എന്റെ കൂടെ വരാം. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഞങ്ങൾക്കാർക്കും അന്ന് മനസ്സിലാവാത്ത കാര്യം യാമിക്ക് അന്ന് മനസ്സിലായിരുന്നു. അതുകൊണ്ടാ അവൻ നിന്നെ തെരഞ്ഞെടുത്തത്. നിന്റെ പേര് ആസ്ത എന്നല്ലേ? മുൻപ് നീ ഒരു കാര്യം പറഞ്ഞില്ലേ, വിസാർഡ് കിങ് ആവുന്നതാണ് നിന്റെ ലക്ഷ്യമെന്ന്. ഹേയ് എന്തീ പറയുന്നേ? നീ വിസാർഡ് കിങ് ആവണമെന്നാണ് വിചാരിക്കുന്നേ? നിന്നെ പോലൊരു ചെറിയ പീക്കിരി, എന്റെ അത്ര പോലും മാജിക് പവർ ഇല്ലാത്ത നീ എങ്ങനെയാണ് വിസാർഡ് കിങ് ആവാൻ പോകുന്നേ? ഇത് കേട്ട് ഫഗോലിയൻ ഒന്ന് പുഞ്ചിരിക്കുന്നു. ആസ്ത, എനിക്ക് നിന്റെ എതിരാളിയാവണം എന്ന് പറഞ്ഞ് ഫഗോലിയൻ ആ വില്ലന്റെ അടുത്തോട്ട് നടക്കുന്നു. അവനെ പോലെ ഒരുത്തിന് എന്നെ എതിർക്കാൻ സാധിക്കില്ലെന്ന് അറിഞ്ഞിട്ടും നീ നിന്നെ തന്നെ അവന്റെ സ്വയം എതിരാളിയായിട്ട് പ്രഖ്യാപിക്കുന്നു. ക്രിംസലൈൻസിന്റെ ക്യാപ്റ്റനായിട്ടുള്ള നീയാണോ ഇനി എന്നെ എതിർക്കാൻ പോകുന്നേ? ദ ഗ്രേറ്റ് ഫഗോലിയോ വെർമിലിയൻ, ഇതെനിക്ക് വിട്ടേക്ക്. ഇതിനി ഞാൻ നോക്കിക്കോളാം എന്ന് ഫഗോലിയൻ ആസ്തയോട് പറയുന്നു. ഇതാണോ ഒരു യഥാർത്ഥ മാജിക് നൈറ്റ് ക്യാപ്റ്റന്റെ പവർ? ആസ്ത, ഞാനും നിന്റെ എതിരാളി ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ക്യാപ്റ്റൻ എന്നെ ഒരു എതിരാളിയായിട്ടാണ് കാണുന്നത്. എന്നെ കൊണ്ടത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോറ്റു കൊടുക്കാൻ മനസ്സില്ല. തീർച്ചയായിട്ടും ഞാൻ തന്നെ നിന്നെ തോൽപ്പിക്കൂടാ എന്ന് പറഞ്ഞ ആസ്ത അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്നാൽ പെട്ടെന്നാണ് ക്യാപ്റ്റൻ അവന്റെ മണ്ടക്കിട്ടണം കൊടുക്കുന്നത്. സി, ഒരു വാരിയർ അവന്റെ ബോഡി കണ്ടീഷൻ എന്താണെന്ന് എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ഫൈറ്റ് ചെയ്യുന്നത് വലിയ കാര്യമല്ല, എന്നാൽ സെൻസിബിൾ ആയിട്ട് ഫൈറ്റ് ചെയ്യണം. ഞാൻ പറയുന്നത് കേൾക്ക്. നിന്റെ ഈ ധൈര്യമായിട്ടുള്ള തീരുമാനങ്ങളാണ് നിന്നെ ഇതുവരെ എത്തിച്ചതെന്ന് എനിക്കറിയാം. എന്നാൽ ഇപ്രാവശ്യം നീ സമാധാനത്തോടെ അവിടെ ഇരിക്കുക. ശരിക്കും നിനക്ക് വിസാർഡ് കിങ് ആവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ചെയ് എന്ന് ഫഗോലിയൻ അവനോട് പറയുന്നു. ഇത് കേട്ട ആസ്ത അടങ്ങി അവിടെ നിൽക്കുവാണ്. ശരി, ഇനി പറ, നീ ആരാ? എന്തിനു വേണ്ടിട്ടാ നീ ഇതെല്ലാം ചെയ്യുന്നേ? ഓ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? എന്നെ അറിയില്ലെന്ന് പറയുന്നത് കേട്ട് എനിക്ക് ഒരുപാട് അത്ഭുതമായിട്ട് തോന്നുന്നു. ഇവിടെ നടക്കുന്ന ഈ റീയൂണിയൻ ഞാൻ മാത്രമാണ് എൻജോയ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. എന്നെ അറിയണമെങ്കിൽ 6 വർഷം പുറകിലോട്ട് പോകേണ്ടി വരും. 6 വർഷം മുൻപ് മാജിക് നൈറ്റ് ആവാൻ വേണ്ടി വന്ന ഒരുത്തൻ ടോപ്പ് കാൻഡിഡേറ്റ് ആയിട്ട് ടോപ്പ് മേജിൽ ഒരുത്തനായിട്ട് മാറി. സോ ഞാനും നിങ്ങളെപ്പോലെ മാജിക് നൈറ്റ്സിലെ ഒരാളാണ്. പക്ഷെ പിന്നീട് ഒരു കാരണവുമില്ലാതെ എന്നെ അവർ അതിൽ നിന്ന് ഒഴിവാക്കി. ഇത് കേട്ട് ഫഗോലിയനെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സോ 6 വർഷം മുൻപ് മാജിക് നൈറ്റ് ആവാനുള്ള കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന അവനെ നോക്കി, ഇവനൊരു റെഗുലർ സിറ്റിസൺ ആണ്, പക്ഷെ ഇവന്റെ കയ്യിലുള്ള പവർ അത് ശരിക്കും വേറെ ലെവലാണ്. ഐ സി, എനിക്ക് ഓർമ്മയുണ്ട്. നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. നിന്റെ പേരെന്തായിരുന്നു? റേഡിസ്. റേഡിസ്. ഓർമ്മയുണ്ട്. പക്ഷെ പർപ്പിൾ ആർക്കിലോട്ട് നിന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്തതായിരുന്നല്ലോ. പിന്നെ എന്തിനാ ഞങ്ങൾക്കെതിരെ നീ ഫൈറ്റ് ചെയ്യുന്നേ? കാരണം അവിടെ ഇരിക്കുന്ന എല്ലാവരും ചേർന്ന് എന്നെ പുറത്താക്കി. എന്റെ റെഡ് മാജിക് ഉപയോഗിച്ച് എല്ലാം ഞാൻ കീഴടക്കുമെന്ന് അവർ വിചാരിച്ചു. ഞാൻ വളരെ ഡേഞ്ചർ ആണെന്ന് പറഞ്ഞ് സ്ക്വാഡിൽ നിന്നും മാത്രമല്ല ആ നാട്ടിൽ നിന്ന് തന്നെ എന്നെ പുറത്താക്കി. ഞാനൊരു സാധാരണ സിറ്റിസൺ ആയതുകൊണ്ട് മാത്രം അന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ ആരും വന്നില്ല. എന്റെ സ്കിൽസ് എന്നേക്കാൾ മികച്ചതാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇവിടെയുള്ള എല്ലാ കാര്യവും മാജിക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ എന്നിട്ടും എന്തിനാ അവരങ്ങനെ ചെയ്തേ? അതുകൊണ്ടാ ഞാൻ വീണ്ടും തിരിച്ചു വന്നത് ക്യാപ്റ്റൻ. ഈ മാജിക് നൈറ്റ്സിനെയും ഇവിടെയുള്ളവരെയും ഇല്ലാതാക്കാൻ എന്ന് റേഡീസ് അവരോട് പറയുന്നു. പ്രതികാരം ചെയ്യാനാണോ നീ ഇത്രയും ചെയ്തേ? ആവശ്യമില്ലാതെ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ടെൻഷൻ ആവാണ് ഫഗോലിയൻ. കുട്ടികളെ പോലെ പെരുമാറല്ല ഫഗോലിയൻ. എപ്പോഴും വലിയ വലിയ കാര്യങ്ങളെ പറ്റി പറയുമ്പോ കേൾക്കുന്നവനെ അത് വളരെ ചെറിയ കാര്യമായിട്ട് മാത്രമേ തോന്നൂ എന്ന് പറഞ്ഞ് റേഡീസ് അവന്റെ നമ്പർ 1 പപ്പറ്റിനെ പുറത്തിറക്കുന്നു. ഇത് കണ്ട് ഫഗോലിയൻ, ഹേയ് ലിയോ, നിനക്ക് എന്റെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? ഹേയ് ഇല്ല ബ്രോ, ഇത് ഞാൻ നോക്കിക്കോളാം. ശരി, ഈ മാജിനെ ഞാൻ നോക്കിക്കോളാം. ആ ക്രീച്ചറിനെ നിങ്ങൾ നോക്ക്. ഫ്ലെയിം ക്രിയേഷൻ മാജിക് ലിയോ റുജിയൻ എന്ന് പറഞ്ഞ് ആ വലിയ സിംഹത്തെ കൊണ്ടുവന്ന് അവനെ അറ്റാക്ക് ചെയ്യാണ് ഫഗോലിയൻ. എന്നാ അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. അവന്റെ ആ പപ്പറ്റ് അവനെ അതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് എന്റെ നമ്പർ 1 പപ്പറ്റ്, മിസ്റ്റർ കാൾ. ഇവൻ വളരെയധികം എക്സ്പെൻസീവാ. എന്റെ ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് ഇവന്റെ മുകളിലാ. ഇവനെ മറികടന്ന് നിങ്ങളെ കൊണ്ട് എന്നെ തൊടാൻ പോലും സാധിക്കില്ല. ഡിഫൻസിംഗ് മാജിക് അത്രയധികം സിമ്പിൾ അല്ല എന്ന് പറഞ്ഞ് റേഡീസ് ഫഗോലിയനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ഫഗോലിയൻ തന്റെ ഫയർ മാജിക് ഉപയോഗിച്ച് അത് തടയുന്നു. സോ ഒരു ഗ്യാപ്പ് കൊടുക്കാതെ ഫഗോലിയനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് റേഡീസ്. ഇനി അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ റേഡീസ്, ഇത്രയുള്ളോ?
ദ ക്രിംസൺ ലയൺസിന്റെ ക്യാപ്റ്റന്റെ പവർ ഇത്രേ ഉള്ളോ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്ന് പെട്ടെന്നാണ് ഡുവൽ മാജിക് ഉപയോഗിച്ച് ഫൊഗോലിയൻ അവന്റെ ആ പപ്പറ്റിനെ ഒറ്റ അടിക്ക് അങ്ങ് ഇല്ലാതാക്കുന്നത്. ദിസ് ഈസ് മൈ ഫ്ലെയിം മാജിക് സൊലീനിയ. നീ എന്നെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ പവർ വേറൊരു സ്ഥലത്തായിരിക്കും വളരുന്നത്. അതെവിടെയാണെന്ന് നിന്നെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. നിങ്ങളും മാജിക് നൈറ്റ്സ് ആണ്. എപ്പോഴും പവർഫുൾ ആയിട്ടുള്ള എനിമി മാത്രമല്ല, ഇതുപോലെ ട്രിക്കി ആയിട്ടുള്ള എനിമിയെ നിങ്ങൾ നേരിടേണ്ടി വരും. സോ കാത്തിരുന്ന് നിങ്ങളുടെ ഓപ്പോണന്റിന്റെ എബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവരെ അറ്റാക്ക് ചെയ്യാൻ. ഇത് ചെയ്യുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല, പക്ഷെ ചെയ്താൽ ഒരിക്കലും തോറ്റുപോകില്ല എന്ന് ഫെഗോലിയൻ അവരോട് പറയുന്നു. ശത്രുവിന് മുമ്പിൽ ഇവർ വീക്കായിട്ട് കാണിച്ച് അവരുടെ വീക്ക്നെസ് എന്നെ കണ്ടുപിടിച്ചു കളഞ്ഞു. സോ ഇതൊക്കെ കൊണ്ടാണല്ലേ ഇവർ മാജിക് നൈറ്റ് ക്യാപ്റ്റൻ ആയിട്ട് ഇരിക്കുന്നേ എന്ന് പറഞ്ഞ് ആസ്ത അവരെ തന്നെ നോക്കി നിൽക്കുന്നു. എന്നിതൊക്കെ കണ്ട് റേഡിസിനെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇല്ല, എന്റെ പവർഫുൾ പപ്പറ്റിനെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് തോൽപ്പിച്ചോ? ഒരിക്കലുമില്ല. ഹേയ്, നിന്റെ കയ്യിൽ വളരെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള മാജിക് പവർ ഉണ്ട്. എന്നാൽ തെറ്റായിട്ടുള്ള ഒരു കാര്യത്തിന് അത് ഉപയോഗിക്കുമ്പോ അതിന്റെ എല്ലാ അവസാനം ഇങ്ങനെ തന്നെ ആയിരിക്കും. സോ ഇത്രയൊക്കെ ചെയ്ത നിന്നെ കൊല്ലാനുള്ള അധികാരം എനിക്കുണ്ട് എന്ന് ഫെഗോലിയൻ അവനോട് പറയുന്നു. ഇതേ സമയമാണ് മറ്റ് മാജിക് നൈറ്റ്സിന്റെ അടുത്തുണ്ടായിരുന്ന എല്ലാ സോംബീസിനെയും അവർ ഇല്ലാതാക്കുന്നത്. ഇവിടെ എന്തോ തെറ്റായിട്ട് നടക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുകയാണ് നോസിൽ. എന്നാൽ മറ്റൊരു ഭാഗത്ത് യുനോ, ഞാൻ ഇനിയും സ്ട്രോങ് ആയിട്ട് മാറണം, എന്നാൽ മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കൂ എന്ന് ചിന്തിക്കുന്നു. സോ മാജിക് നൈറ്റ്സ് എല്ലാ കാര്യങ്ങളും പരിഹരിച്ചതുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾ എല്ലാവരും മാജിക് നൈറ്റ്സിനെ അഭിനന്ദിക്കുന്നു. ഓ, സെലിബ്രേഷൻ ഒക്കെ ഇത്ര പെട്ടെന്ന് ആരംഭിച്ചെന്ന് തോന്നുന്നു. ഇതുപോലൊരു സിറ്റുവേഷനിലാണ് എന്റെ മാജിക് ഉപയോഗിച്ച് ഒരു ലൈവ് ഷോ കാണിക്കേണ്ടത്.